ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്നേഹക്കൂട്. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കുഴിമന്തിയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പം എങ്ങനെയാണ് ചിക്കൻ കുഴിമന്തി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ കുഴിമന്തിയാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ചിക്കൻ കുഴിമന്തി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ചിക്കനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ പാനിലാണ് ചിക്കൻ കുഴിമന്തി തയ്യാറാക്കുന്നത്. അപ്പം നമ്മൾ ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് ഇതിലിങ്ങനെ ജസ്റ്റ് ഒരു ഹോൾസ് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. കാരണം എല്ലാ സ്പൈസസും ഇതിലേക്ക് നന്നായിട്ട് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഹോൾസ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ചിക്കനിലേക്ക് ഓൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ ഗ്രാമ്പൂ, ഒരു 5 കറുകപ്പട്ട, 1 ടീസ്പൂൺ ഏലക്ക, 1 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 2 ചിക്കൻ മാഗി ക്യൂബും കൂടി എടുത്തിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ കളർ ഫ്ലേവേഴ്സ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. നമ്മളിവിടെ കാശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കാരണം മാഗി ക്യൂബ്സിൽ ഓൾറെഡി ഉപ്പുള്ളതാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഉപ്പ് അധികം ചേർക്കണ്ട. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അത്യാവശ്യം ഓയിലും ചിക്കനും എല്ലാ സ്പൈസസും ചേർത്ത് ഇവിടെ ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മൂടി ഒരു 20 മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് ഈ മിക്സ് എല്ലാം ചിക്കനിലേക്ക് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാം. ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനിലേക്ക് എല്ലാ മിക്സും നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈസി ആയിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ചിക്കൻ കുക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇതുപോലെ പരത്തി വേണം വെച്ച് കൊടുക്കാൻ. ഒരിക്കലും ചിക്കൻ പീസസിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കരുത്. അപ്പോൾ നന്നായിട്ട് കുക്ക് ചെയ്ത് കിട്ടത്തില്ല. അതുകൊണ്ട് ഇതുപോലെ പരത്തി വേണം വെച്ച് കൊടുക്കാൻ. നമ്മുടെ ചിക്കൻ പീസസ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സെയിം ടൈമിൽ തന്നെ നമുക്ക് ഇപ്പുറത്തെ അടുപ്പിൽ റൈസ് വേവിക്കുന്നതിനുള്ള വെള്ളം വെക്കാം. വെള്ളം നന്നായിട്ട് തിളക്കട്ടെ. ഏകദേശം ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ടാകും. ആ ടൈമിൽ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ചിക്കൻ്റെ 2 സൈഡും ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം ഇതൊന്ന് മൂടി 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. റൈസിനുള്ള വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം.
പട്ട, കറയാമ്പൂ, ഏലയ്ക്ക, കുരുമുളക്, 2 ഡ്രൈ ലെമൺ ആണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കാരണം നമ്മൾ ഓൾറെഡി ചിക്കനിൽ അധികം സ്പൈസസ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റൈസിൽ കുറച്ച് സ്പൈസസ് ചേർത്താൽ മതി. ഇനി നമ്മൾ ഇതിലേക്ക് 1/2 കിലോ ബസ്മതി റൈസാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇത് വെള്ളത്തിലേക്കിട്ട് 1/2 മണിക്കൂർ കുതിർത്തി വെള്ളമെല്ലാം കളഞ്ഞ് ഡ്രെയിൻ ചെയ്തെടുത്ത റൈസാണ്. നമുക്ക് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒത്തിരി ഉപ്പ് ചേർക്കണ്ട, കാരണം ചിക്കൻ മാഗി ക്യൂബ്സിൽ ഓൾറെഡി ഉപ്പുള്ളതാണ്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ റൈസ് ഇവിടെ ഒരു 90% വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി, കാരണം ഒത്തിരി വെന്ത് പോവാനും പാടില്ല, വേവാതിരിക്കാനും പാടില്ല. ഇതായിരിക്കണം ഇതിൻ്റെ ഒരു പാകം. നമുക്കിത് ഇനി വെള്ളത്തിൽ നിന്ന് ഒന്ന് ഊറ്റി മാറ്റാം. നമ്മുടെ ചിക്കൻ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് ഡ്രെയിൻ ചെയ്തെടുത്ത ഈ റൈസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് കളർ ഫ്ലേവേഴ്സ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. അതിന് പകരം ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരല്പം വെള്ളവും ചേർത്ത് മിക്സ് ചെയ്തെടുത്തതാണ്. അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുഴിമന്തിക്ക് ഒരു നല്ലൊരു പെർഫെക്റ്റ് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഗ്രീൻ ചില്ലിയും കൂടി ഇങ്ങനെ വെച്ച് കൊടുക്കാം. ചിക്കൻ കുഴിമന്തിയുടെ പെർഫെക്റ്റ് ടേസ്റ്റ് അതിന് നല്ല സ്മോക്കി ടേസ്റ്റ് കൊടുക്കുമ്പോഴാണ്. അതിനായിട്ട് ഇവിടെ കനലെടുത്തിട്ടുണ്ട്, അത് നമുക്ക് സെൻറ്ററിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മൂടി ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. സ്മോക്ക് ഒട്ടും തന്നെ പുറത്തു പോവാത്ത രീതിയിൽ നന്നായിട്ട് കവർ ചെയ്ത് മൂടണം. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇത് തുറന്ന് നോക്കാം. നമ്മുടെ പെർഫെക്റ്റ് ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കുഴിമന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കുഴിമന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതിൻ്റെ ടേസ്റ്റ് ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന ചിക്കൻ കുഴിമന്തിയേക്കാൾ വളരെയധികം സ്വാദാണ്. നിങ്ങളെല്ലാവരും തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. താങ്ക് യു.